JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓഫീസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഈ തസ്തികയിലേക്ക് അപേക്ഷ സംബന്ധിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ഞാൻ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഓഫീസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് 530/2022 അതിന്റെ പരീക്ഷാ തീയതി PSC പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ വിശദമായിട്ടുള്ള സിലബസ് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ സ്കെയിൽ ഓഫ് പേ, പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക്, അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സംബന്ധിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ ടോപ്പിക്കും ഉൾപ്പെടുത്തി തയ്യാറാക്കിയുള്ള റാങ്ക് ഫയലാണ്. റാങ്ക് ഫയലിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ചേർത്താണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ എക്സാം ഡേറ്റ് ആദ്യം നോക്കാം. 530/2022 ഓഫീസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് 29/7/2023 സാറ്റർഡേ ആണ് പരീക്ഷ. അപ്പോൾ അതിൻ്റെ അകത്ത് 88,988 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ വിശദമായിട്ടുള്ള സിലബസും കാര്യങ്ങളും നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1 10 മാർക്സ് അക്കൗണ്ടിംഗ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ട്സ് ഫോർ എ സോൾ ട്രേഡർ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്, അഡ്മിഷൻ ആൻഡ് റിട്ടയർമെന്റ്, dissolution of partnership of firm, realization accounts and capital accounts, insolvency of a partner, accounting for consignment, final accounts of companies, computerized accounting and usage of software in preparation of accounts. Module 2 10 marks ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫിനാൻസിംഗ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിള്, മാനേജ്മെന്റ് ഓഫ് ക്യാഷ് റിസീവബിൾ, മാനേജ്മെന്റ് ഇൻവെന്ററി, മാനേജ്മെന്റ് ഡിവിഡൻഡ് പോളിസി, ഫോംസ് ഓഫ് ഡിവിഡൻഡ്, ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ്, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിവിഡൻഡ്, തിയറീസ് ഓഫ് ഡിവിഡൻഡ് പോളിസി, സ്റ്റോക്ക് സബ്സ്പ്ലിറ്റ്സ്, സ്റ്റോക്ക് റീപർച്ചേസ്. മൊഡ്യൂൾ 3 10 മാർക്സ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ അകത്ത് ഇൻട്രഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്, അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ്, അക്കൗണ്ടിംഗ് ഫോർ ഓവർഹെഡ്സ്, മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് മാനേജ്മെന്റ്. അടുത്തതായിട്ട് മൊഡ്യൂൾ 4 മാനേജ്മെന്റ് ആണ്. നാച്ചർ ആൻഡ് എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ്, സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്, പ്ലാനിങ്, ഓർഗനൈസിംഗ്, കൺട്രോളിംഗ്, ഡയറക്ടിംഗ്, സ്റ്റാഫിംഗ്, ലീഡർഷിപ്പ് ആൻഡ് തിയറീസ്, മോട്ടിവേഷൻ ആൻഡ് തിയറീസ്, QQM. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. മൊഡ്യൂൾ 5 മാനേജറിയൽ എക്കണോമിക്സ് ആണ്. അതിൻ്റെ അകത്ത് ഡിമാൻഡ് എസ്റ്റിമേഷൻ, ഡിമാൻഡ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ്, ഇൻകം, അഡ്വർടൈസ്മെന്റ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, തിയറി ഓഫ് പ്രൊഡക്ഷൻ, പ്രൈസിംഗ്, പോളിസി ആൻഡ് പ്രാക്ടീസ്, ബിസിനസ് സൈക്കിൾസ്. അടുത്തത് മൊഡ്യൂൾ 6 കമ്പനി ലോ ആണ്. അതിനും 10 മാർക്സ് ആണുള്ളത്. ഇൻട്രഡക്ഷൻ ടു കമ്പനി ലോ, കമ്പനി മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അപ്പോയിന്റ്മെന്റ് ഓഫ് ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അടുത്ത ക്യാപിറ്റൽ മാർക്സ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ഫിനാൻഷ്യൽ സിസ്റ്റം ഓഫ് ഇൻ ഇന്ത്യ, ഫിനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ മാർക്കറ്റ്, സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, പ്രൈമറി മാർക്കറ്റ്, മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ, പബ്ലിക് ഇഷ്യൂ, IPO, FPO, പ്രൊസീജിയർ ഓഫ് പബ്ലിക് ഇഷ്യൂ, ബുക്ക് ബിൽഡിംഗ് പ്രോസസ്, സെക്കൻഡറി മാർക്കറ്റ്, ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഡീമാറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ, BSc NSc, ലിസ്റ്റിംഗ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ആണ്. അതിനും 10 മാർക്സ് ആണുള്ളത്. ഇൻകം ടാക്സ് ആക്ട്, ബേസിക് കൺസെപ്റ്റ്, അസസ്മെന്റ്, ഇയർ, പ്രീവിയസ് ഇയർ, പേഴ്സൺ, assessing income gross, total income, rates of tax applicable of the individual, assessing income from salary, house property, business capital, gain and other sources, computation of that total income, deductions and exemptions, tax planning, income tax returns. Module 9 marketing management ആണ്. Marketing of products and services, consumer behavior, process of consumer buying, factors influencing consumer buying decisions, customer relationship management, market segmentation, product meaning, classification of products, concept of product item,
product line and product mix, product life cycle, stages of PLC, promotion, concept of push and pull mix, types of promotion. അടുത്ത മൊഡ്യൂൾ 10 ആണ്, ഓഡിറ്റിംഗ് ആണ്, 10 മാർക്സ് ആണ്. ഓഡിറ്റ് പ്രോസസ്, ഇന്റേണൽ ചെക്ക്, പ്രിപ്പറേഷൻ ഓഫ് ബിഫോർ ഓഡിറ്റ്, ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് പ്രോസസ്, ഓഡിറ്റ്. അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ നോക്കാം. സ്കെയിൽ ഓഫ് പേ 20,000, 51, 600 ആണ്. ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും ഞാൻ നേരത്തെ തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ ഇതുമായിട്ട് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തി ഞാൻ പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകളെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ, നിലവിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ക്ലാസ് പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ഈ ഉയർന്ന തസ്തികയിൽ ഇരുന്ന് ജോലി ചെയ്ത് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള മറുപടി നൽകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ തന്നെയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ ടോപ്പിക്കും ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഓഫീസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു കുട്ടികൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ റാങ്ക് ഫയൽ വളരെയധികം പ്രയോജനപ്പെടും. കാരണം വെച്ചാൽ അതിൻ്റെ അകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനുകളും കുറച്ച് റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ നമുക്ക് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് നമുക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം. 44.44 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കട്ട് ഓഫ് മാർക്ക് അറിഞ്ഞാൽ ഈ നമ്മുടെ പഠന നിലവാരം ഒരു പരിധി വരെ ഉയർത്തേണ്ടവരുണ്ടെങ്കിൽ ഉയർത്താനും അതനുസരിച്ച് നമ്മുടെ പഠനം നമുക്ക് കുറച്ചുകൂടി വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കും. ഇതിൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.